ഞാനിപ്പോൾ ഒരു വീഡിയോ കാണാനൊരു ഇടയായിട്ട് എറണാകുളം ജില്ലയിലാണ് വേശ്യാലയം നടത്തുന്ന ഒരു സ്ഥലം വാടകയ്ക്ക് പോയിട്ടെടുത്തിട്ട് അതിൽ അലി അക്ബർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ആഡംബര കാറിൽ എല്ലാ പെണ്ണുങ്ങളെയും സ്നേഹം നടിച്ച് അവർക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ടാണ് ഇവനെ ഇരിക്കുന്ന കേന്ദ്രത്തിലേക്ക് അവരിനെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്നേഹം ഇപ്പോൾ ഒരാളുണ്ടെന്ന് ഒരാൾക്കറിയില്ല, ഒരാളുണ്ടെന്ന് ഒരാൾക്കറിയില്ല. IT മേഖലയിലുള്ള പെണ്ണുങ്ങൾ വരെ അവനെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയണത്. കാണാൻ കുഴപ്പമൊന്നുമില്ല ചെക്കൻ, ഞാൻ കണ്ടു ഇതിൽ കാറിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ പോകുമ്പോൾ പെണ്ണുങ്ങളെല്ലാവരും കെണിയിൽ വീഴാണ്. പിന്നെ ഇവരിനെ കൊണ്ടുവന്നിട്ട് ഇതിനെ വലിയ വലിയ ആൾക്കാരിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും പറയാനുള്ളത് തെറിയായിട്ട് കണക്കാക്കണ്ട, എന്നാലും ഞാൻ തെറി തന്നെയാണ് പറയുന്നത്. ഇവൻ്റെ വീട്ടിൽ ഉമ്മയും പെങ്ങന്മാരൊക്കെ ഇല്ലേ, അവരെ കൊടുത്ത് വിറ്റ് ഇവനെ ജീവിച്ചൂടെ? അല്ലെങ്കിൽ അവനെ കാശുണ്ടാക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിലുണ്ടായിക്കൂടെ? ഞാൻ പറയുകയാണെങ്കിൽ ഈ കണ്ണി കണ്ട പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് കണ്ണി കണ്ട ആണുങ്ങൾക്ക് കാഴ്ച വെച്ചിട്ട് ഇവൻ കാശുണ്ടാക്കി ആ കാശും കൊണ്ട് ഇവൻ വിലസ് ജീവിക്കുമ്പോൾ ഈ തന്തയ്ക്ക് പിറക്കാത്ത നായിൻ്റെ മോനെ തല്ലി കൊല്ലണം, കല്ല് വെച്ച് എറിഞ്ഞ് കൊല്ലണം. കണ്ണി കണ്ട പിള്ളേങ്ങളെ വിറ്റ് ജീവിക്കുന്നത്, സ്വന്തം ഉമ്മയോ പെങ്ങളിലെ കൊണ്ടുപോയിട്ട് വിറ്റ് ജീവിക്കുന്നതാണ് ഇതിലും നല്ലൊരു കാര്യം. മനസ്സിലായില്ലേ? കുറേ ആണുങ്ങളുണ്ട് കണ്ണി കണ്ട പെണ്ണുങ്ങളെ സ്നേഹിച്ച് നടിച്ച് വലയിൽ വീഴ്ത്തി അവരിനെ വിറ്റ് ജീവിക്കുന്ന നായ്ക്കളിനെ കല്ലെറിഞ്ഞ് റോട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ കല്ലെറിയാൻ പാടില്ല. ഈ പെണ്ണുങ്ങൾ തന്നെ നിന്നിട്ട് വട്ടത്തിൽ നിന്നിട്ട് കല്ലെറിഞ്ഞ് കൊല്ലണം ഈ നായിൻ്റെ മക്കളിനെ, എന്നാലേ ഈ നാട് നേരാവുള്ളൂ. പോലീസും നേരാക്കില്ല. നമ്മളെ ഇപ്പോൾ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി നേരാക്കാൻ പോകുന്നില്ല നമ്മുടെ കേരളം. അപ്പം നാട്ടുകാർ തന്നെ കേരളം നേരാക്കണമെങ്കിൽ നാട്ടുകാർ തന്നെ മുന്നോട്ട് വരണം. ഇങ്ങനെയുള്ള നായ്ക്കളിനെയൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലണം. എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള നായ്ക്കളുടെ വലയിൽ പോയിട്ട് പെടരുത് ആരും. അപ്പോൾ ഓക്കെ, ബൈ.